students, today we are going to discuss about the third part of the second chapter, writing and city life. First of all, life in the city. So let us start. നഗരങ്ങളിലെ ജീവിതം എങ്ങനെയായിരുന്നു? മെസപ്പൊട്ടേമിയൻ നഗരങ്ങളിലെ ജീവിതം എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ ആദ്യമായി പരിശോധിക്കുന്നത്. ഏതൊരു നഗരത്തെയും പോലെ തന്നെ മെസപ്പൊട്ടേമിയൻ നഗരങ്ങളിലും ഒരു സ്മോൾ സെക്ഷൻ, എ റൂളിംഗ് ക്ലാസ് വാസ് എമേർജ്ഡ്. അതായത് most of the wealth was concentrated in the hands of that smaller section of the people. കുറച്ചു ആളുകൾ, ഒരു ഭരണവർഗം അവിടെയും ഉണ്ടായിരുന്നു, എവിടെയും ഉള്ളതുപോലെ തന്നെ. ഇത് നമുക്ക് മനസ്സിലാവുന്നത് ഉർ നഗരത്തിൽ നടത്തിയ എക്സ്കവേഷനുകളിൽ പലതിലും രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും ശവക്കല്ലറകളിൽ കാണാൻ കഴിഞ്ഞത് ഗോൾഡൻ ഡാഗേഴ്സ്, ജ്വല്ലറി and the musical instruments decorated with the precious stones, ഇങ്ങനെയുള്ള പല റിച്ചസ്, പല ലക്ഷറി ഐറ്റംസും കണ്ടെത്താൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് മെസപ്പൊട്ടേമിയയിലും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാം. Then next we are going to discuss what was the life of the common people. എന്നാൽ അവിടെയും സാധാരണക്കാരുണ്ടായിരുന്നു. സാധാരണക്കാരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ അടുത്തതായി പരിശോധിക്കുന്നത്. അവിടെ കുടുംബം, what was the concept of family in Mesopotamian cities? ഫാമിലി എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫാമിലികളാണ് ഉണ്ടായിരുന്നത്. But at the same time you should remember the parents were lived with the married sons. Remember, not with the married daughters. വിവാഹിതരായ ആൺമക്കളുടെ കൂടെയാണ് അച്ഛനും അമ്മയും താമസിച്ചിരുന്നത്. അച്ഛന്റെ വയലുകളും വീടും മറ്റ് സ്വത്തുക്കളും കൈമാറിയിരുന്നത് ആൺകുട്ടികൾക്കായിരുന്നു. പിതാവായിരുന്നു കുടുംബത്തിന്റെ കേന്ദ്രസ്ഥാനം. ഫാദർ വാസ് ദ ഹെഡ് ഓഫ് ദ ഫാമിലി. സോ വി കൻ സേ എ പാട്രിയാർക്കൽ സെറ്റപ്പ് വാസ് എക്സിസ്റ്റഡ് ഇൻ ആൻഷ്യന്റ് മെസപ്പൊട്ടേമിയ. ഓൾ ഓഫ് യു ക്ലിയർ? ഫാമിലിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ദ നെക്സ്റ്റ്, മാരേജ്. സമൂഹത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് കുടുംബം. അതേപോലെ തന്നെ മാരേജ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. എങ്ങനെയായിരുന്നു മെസപ്പൊട്ടേമിയൻ നഗരങ്ങളിലെ മാരേജ് എന്നതിനെ കുറിച്ച് കൃത്യമായ തെളിവുകൾ നമുക്ക് ലഭ്യമല്ലെങ്കിലും കിട്ടിയ തെളിവുകൾ വെച്ച് നമുക്ക് പറയാൻ കഴിയുന്നത്, in the first stage the parents of the bride expressed their consent through a declaration. തങ്ങൾക്ക് മാരേജിന് സമ്മതമാണെന്ന് ബ്രൈഡിന്റെ ആളുകൾ അറിയിച്ചു കഴിഞ്ഞാൽ വരന്റെ ആളുകൾ അവർക്ക് ഗിഫ്റ്റുകൾ നൽകുകയും അങ്ങനെ വിവാഹം ഫിക്സ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് വിവാഹ സമയത്ത് ദ ബ്രൈഡ്സ് പീപ്പിൾ ആൻഡ് ദ ഗ്രൂംസ് പീപ്പിൾ എക്സ്ചേഞ്ച് ഗിഫ്റ്റ്സ്. രണ്ടുപേരും സമ്മാനങ്ങൾ കൈമാറുന്നു, അതേപോലെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. ദേ ഏറ്റ് ടുഗദർ ആൻഡ് ദേ മെയ്ഡ് ഓഫറിംഗ്സ് ഇൻ ദ ടെമ്പിൾ. ഏകദേശം നമ്മൾ ഇന്നൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയുള്ള രീതിയിലുള്ള വിവാഹ ചടങ്ങുകൾ നടത്തിയിരുന്നു. Remember, in the time, on the occasion of the marriage, the property, അതായത് ഇൻഹെറിറ്റ് ചെയ്യുന്ന പെൺകുട്ടിക്ക് കൊടുക്കാനുള്ള പ്രോപ്പർട്ടി പെൺകുട്ടിയുടെ വീട്ടുകാർ കല്യാണ സമയത്ത് തന്നെ നൽകിയിരുന്നു എന്നതും ഒരു പ്രത്യേകതയാണ്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, ഫാമിലി ആൻഡ് മാരേജ്. നെക്സ്റ്റ്, ഊർ നഗരത്തിലെ വീടുകൾ എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വീടുകളും തെരുവ് വീതികളും എങ്ങനെയായിരുന്നു? The streets of Ur were winding and irregular. അതായത് ക്രമരഹിതവും ഇടുങ്ങിയതുമായിട്ടുള്ള തെരുവുകളാണ് ഉർ നഗരത്തിൽ ഉണ്ടായിരുന്നത്. 1930കളിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്കവേഷൻ ഉർ നഗരത്തിൽ നടത്തിയിരുന്നു. ഇതിൽ നിന്ന് മനസ്സിലായത് ഹാരപ്പയിലോ മോഹൻജദാരോയിലോ ഉള്ളതുപോലെയുള്ള ഒരു പ്ലാനിംഗ്, ടൗൺ പ്ലാനിംഗ് മെസപ്പൊട്ടേമിയൻ നഗരങ്ങളിൽ ഇല്ലായിരുന്നു. വി കുഡ് നോട്ട് സീ ദ സ്ട്രീറ്റ് ഡ്രെയിൻസോ വളരെ വ്യക്തമായ പ്ലാനിങ്ങോട് നിർമ്മിച്ച നഗരങ്ങളോ ആയിരുന്നില്ല മെസപ്പൊട്ടേമിയയിൽ ഉണ്ടായിരുന്നത്. അതിന് പകരമുണ്ടായിരുന്നത് ഇടുങ്ങിയതും ക്രമരഹിതവുമായിട്ടുള്ള തെരുവുകളായിരുന്നു. ഈ തെരുവുകളിൽ തന്നെ പലതിലും പല വീടുകളിലേക്കും സാധനങ്ങൾ കൊണ്ടുവരാൻ വീൽഡ് കാർട്ട് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദേ യൂസ്ഡ് ടു ക്യാരി ദ സാക്സ് ഓഫ് ഗ്രെയിൻസ് ആൻഡ് ദ ഫയർവുഡ് ഓൺ ദ ഡോങ്കി പാക്ക്. അങ്ങനെയായിരുന്നു അവർ ചെയ്തിരുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ഇവരുടെ വീടുകൾ തന്നെ പ്രത്യേക രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്തിരുന്നത്. വീടുകളിലേക്ക് വെളിച്ചം വന്നിരുന്നത് വിൻഡോസിലൂടെ ആയിരുന്നില്ല, മറിച്ച് ദ ലൈറ്റ് കം ടു ദ ഹോം ത്രൂ ദി doorways
which was open to the courtyard, inner courtyard. Inner courtyardലേക്ക് തുറക്കുന്ന വാതിലുകളിലൂടെയാണ് വീടുകളിലേക്ക് വെളിച്ചമെത്തിയിരുന്നത്. It ensured the privacy of the Mesopotamian people. ഇത് ജനങ്ങൾക്ക് കൂടുതൽ പ്രൈവസി നൽകി അവരുടെ വീടുകളിൽ. പിന്നീട് ഓർമ്മിക്കാനുള്ള മറ്റൊരു കാര്യം, we can see the roof of the houses were sloped inwards. അതായത് ഉള്ളിലുള്ള കോർട്ട്യാർഡിലേക്കാണ് മഴവെള്ളമൊക്കെ വന്നിരുന്നത്. ഉള്ളിലുള്ള കോർട്ട്യാർഡിലേക്കാണ്. അവിടെയുള്ള ഡ്രെയിൻ പൈപ്സുകൾ, അതേപോലെ തന്നെ സംസിലേക്ക് പൈപ്പിലൂടെ വെള്ളം എത്തിയിരുന്നതും എല്ലാം ചെയ്തിരുന്നത് ഇന്നർ കോർട്ട്യാർഡിലാണ്. ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ the streets in the Mesopotamia were unpaved. ബ്രിക്സ് പാകാത്ത മണ്ണ് മാത്രം ഉണ്ടായിരുന്ന റോഡുകളാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഹെവി റെയിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ it became so slushy. To avoid this, they made the pipes and drain pipes and sumps in the inner courtyard. എന്നാലും പലപ്പോഴും മഴയൊക്കെ കൂടുതൽ ഉണ്ടാവുന്ന സമയത്ത് വീടുകളിലേക്ക് മഡ് കയറിയിരുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് കാരണം അവരെല്ലാ ഹോം വേസ്റ്റുകളും വീട്ടിൽ നിന്നുള്ള റെഫ്യൂസൽസ് അവർ മുഴുവൻ സ്ട്രീറ്റുകളിലേക്ക് തള്ളിയിരുന്നത് കൊണ്ട് സ്ട്രീറ്റിന്റെ വിതാനം ഉയരുകയും പലപ്പോഴും വെള്ളം വീടുകളിലേക്ക് കയറുകയും ചെയ്തിരുന്നു. മോസ്റ്റ് ഓഫ് ദ ഹൗസസ് വർ കൺസ്ട്രക്റ്റഡ് വിത്ത് എൻ എലിവേറ്റഡ് ത്രഷോൾഡ്. അതുകൊണ്ട് തന്നെ പല വീടുകളുടെയും ഉമ്മറപ്പടികൾ ഉയർത്തിയായിരുന്നു കൺസ്ട്രക്ട് ചെയ്തിരുന്നത്. I think all of you understand about the construction of the houses and the speciality of the streets. മനസ്സിലായില്ലേ? narrow and winding. Then next we are discussing about the superstitions existed in the Mesopotamian society. മെസപ്പൊട്ടേമിയയിലെ ജനങ്ങൾക്ക് പല അന്ധവിശ്വാസങ്ങളും ഉണ്ടായിരുന്നു. അവർ വിശ്വസിച്ചിരുന്നത് വീടിന്റെ വാതിലുകൾ മറ്റൊരു വീടിലേക്ക് തുറക്കുന്നത് നിർഭാഗ്യമാണെന്ന് അവർ കരുതിയിരുന്നു. അതേപോലെ തന്നെ the elevated threshold was considered as a factor of luck. ഒരു ഭാഗ്യം കൊണ്ടുവരുന്ന ഘടകമായാണ് കരുതിയിരുന്നത്. Then in somehow the doors of the houses which is open outwards is considered as in that houses, അതായത് പുറത്തേക്ക് തുറക്കുന്ന വാതിലുകളുള്ള വീടുകളിലെ ഭാര്യമാർ ഓൾവേസ് ബി എ ടോർമെന്റ് ടു ദർ ഹസ്ബൻഡ്സ്. അങ്ങനെയാണ് അവർ എപ്പോഴും പ്രശ്നകാരികളായിരിക്കും. ഇങ്ങനെയുള്ള പല അന്ധവിശ്വാസങ്ങളും മെസപ്പൊട്ടേമിയൻ ജനതയ്ക്കിടയിൽ ഉണ്ടായിരുന്നു. സോ ദ ഫസ്റ്റ് ടോപ്പിക് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ദ അപ്പർ സെക്ഷൻ, ദെൻ ദ ഫാമിലി, ദെൻ മാരേജ്, ദെൻ ദ സിറ്റീസ്, ദ സ്ട്രീറ്റ്സ്, irregular and winding streets. Then after that the superstitions existed in Mesopotamia. Then the next topic we are going to discuss is Mari, the imperial capital of Mesopotamia. Next topic, Mari, the royal capital of Mesopotamia. Mari was situated on the upstream of the river Euphrates. യൂഫ്രട്ടീസ് നദിയുടെ തീരത്തായാണ് മാരി സ്ഥിതി ചെയ്തിരുന്നത്. ഇന്നത്തെ ഈസ്റ്റേൺ സിറിയയിലെ ടെൽ ഹരീരി എന്ന സ്ഥലത്താണ് മാരിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. മാരിയിലെ ജനങ്ങൾ മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ കാലഘട്ടത്തിൽ മാരിയിലെ ജനങ്ങൾ പ്രധാനമായിട്ടും രണ്ട് വിഭാഗങ്ങളായിരുന്നു: ഫാമേഴ്സ് ആൻഡ് ഹേർഡേഴ്സ്, കൃഷിക്കാരും കന്നുകാലികളെ വളർത്തി ജീവിച്ചിരുന്നവരും. These two types of people exchanged their various products. പല പ്രൊഡക്റ്റുകളും ഇവർ പരസ്പരം കൈമാറി. കർഷകരുടെ കയ്യിലുള്ള ധാന്യങ്ങളും മെറ്റൽ ടൂൾസും നൽകിയപ്പോൾ പാസ്റ്ററലിസ്റ്റുകൾ പകരം നൽകിയത് അവരുടെ കയ്യിലുള്ള ആനിമൽസും അതേപോലെ തന്നെ മിൽക്ക് പ്രൊഡക്റ്റുകളും ലെതറും മറ്റു കാര്യങ്ങളും ഒക്കെ അവർ നൽകുന്നു. രണ്ടുപേരും പലപ്പോഴും എക്സ്ചേഞ്ചുകൾ രണ്ടു കൂട്ടരും നടത്തിയിരുന്നെങ്കിലും സംടൈംസ് there were conflict between these two groups. പലപ്പോഴും ഇവർ തമ്മിൽ കോൺഫ്ലിക്റ്റുകളും നടക്കുന്നു. ഇങ്ങനെ വിത കഴിഞ്ഞ സമയത്തുള്ള പാടങ്ങളിലൂടെ ഇവർ പലപ്പോഴും കന്നുകാലി കൂട്ടങ്ങളെയും കൊണ്ട് കടന്നു വരുമ്പോൾ ഉൽപ്പന്നങ്ങൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും ഇത് കോൺഫ്ലിക്റ്റുകൾക്ക് കാരണമാവുകയും ചെയ്തു. Most of the time, the pastoralist groups were raided and captured the grains of the agriculturalists.
അതായത് ഫാമേഴ്സിന്റെ ഉൽപ്പന്നങ്ങൾ പലപ്പോഴും റെയ്ഡ് നടത്തി പാസ്റ്ററലിസ്റ്റുകൾ പിടിച്ചെടുത്തു. ഇതിനു പകരമായി പലപ്പോഴും കനാലുകളിലെയും നദികളുടെയും വെള്ളം അവർക്ക് നൽകാതെ കൃഷിക്കാർ പകരം വെട്ടി. ഇങ്ങനെയുള്ള തർക്കങ്ങൾ പലപ്പോഴും കോൺഫ്ലിക്റ്റുകളിലേക്ക് നയിച്ചിരുന്നു. കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ദിസ് ടു ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ. എങ്കിലും the Mesopotamia were open to all people all time. എല്ലാ സമയത്തും എല്ലാ വിഭാഗത്തിലുമുള്ള ജനങ്ങൾക്ക് വേണ്ടി തുറന്നിടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു മെസപ്പൊട്ടേമിയ. ആക്ച്വലി ദിസ് ഗേവ് വൈറ്റാലിറ്റി ടു ദ മെസപ്പൊട്ടേമിയൻ കൾച്ചർ. ഇത്തരത്തിൽ എല്ലാ തരത്തിലുള്ള ആളുകളെയും ഉൾക്കൊള്ളുന്ന ഒരു കൾച്ചർ എന്നത് തന്നെയാണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിന്റെ പ്രത്യേകത. ഇങ്ങനെ കടന്നു വന്ന ഹേർഡേഴ്സ് ഗ്രൂപ്പിൽപ്പെട്ട പലരും അവർ പല രീതിയിലാണ് കടന്നു വന്നത്. ചിലപ്പോൾ ഹേർഡേഴ്സ് ആയിട്ട് തന്നെ, അല്ലെങ്കിൽ ഹയേർഡ് ലേബറേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ വർക്കേഴ്സ് ആയിട്ട് ഒക്കെ കടന്നു വരുന്ന ഇത്തരത്തിലുള്ള ഹേർഡേഴ്സ് പിന്നീട് മെസപ്പൊട്ടേമിയൻ സമൂഹത്തിൽ ഇഴുകിച്ചേരുകയും പലപ്പോഴും അവര് പ്രോസ്പെറസ് ആയി, അതായത് അഭിവൃദ്ധി നേടുകയും ചിലപ്പോഴൊക്കെ ഭരണം നേടിയെടുക്കുകയും ചെയ്തു. ഇത്തരത്തിൽ മെസപ്പൊട്ടേമിയയിൽ ഭരണം നേടിയെടുത്ത പാസ്റ്ററലിസ്റ്റ് ഗ്രൂപ്പുകളാണ് അക്കാഡിയൻസ്, എമിറേറ്റ്സ് തുടങ്ങിയവർ. റിമെമ്പർ ദ പോയിന്റ്. Then all of you understood about the capital, royal capital മാരി. ഇപ്പോഴത്തെ എവിടെയാണ്? ഈസ്റ്റേൺ സിറിയയിലെ ടെൽ ഹരീരിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇനി മാരിയുടെ പ്രത്യേകത, മാരി വാസ് നോട്ട് മിലിറ്ററിലി സ്ട്രോങ്. സൈനികപരമായ ഒരു ശക്തിയല്ലായിരുന്നു മാരി. ബട്ട് അറ്റ് ദ സെയിം ടൈം മാരി വാസ് വെരി പ്രോസ്പെറസ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ജിയോഗ്രഫിക്കൽ പൊസിഷൻ. അതിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനമാണ് മാരിക്ക് അത്തരത്തിലുള്ള ഒരു പ്രോസ്പെറിറ്റി നേടിക്കൊടുത്തത്. ബിക്കോസ് ഇറ്റ് വാസ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ദ ട്രേഡ് റൂട്ട് ഫ്രം ദ സദേൺ പാർട്ട് ഓഫ് മെസപ്പൊട്ടേമിയ ആൻഡ് തുർക്കി, സിറിയ ആൻഡ് ലബനൻ. മെസപ്പൊട്ടേമിയയുടെ സദേൺ ഭാഗങ്ങളിൽ നിന്നും സിറിയയിലേക്കും ലബനനിലേക്കും തുർക്കിയിലേക്കും പോകുന്ന വഴിമധ്യേ ആയിരുന്നു മാരിയുടെ സ്ഥാനം. ഇവിടെ നിന്നും വളരെ റിച്ച് ആയിട്ടുള്ള, മിനറൽ റിച്ച് ആയിട്ടുള്ള സിറിയയിലേക്കും തുർക്കിയിലേക്കും ലബനനിലേക്കും, അതായത് അവിടെ നിന്ന് തിരിച്ചും ഇങ്ങോട്ടും അങ്ങോട്ടും സാധനങ്ങൾ കൊണ്ടുപോയിരുന്നത് മാരിയിലൂടെയായിരുന്നു. യൂഫ്രട്ടീസിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മാരിയിൽ പലപ്പോഴും കപ്പലുകൾ ആങ്കർ ചെയ്യുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥർ ഈ കപ്പലുകൾ ഇൻസ്പെക്ട് ചെയ്യുകയും ടാക്സുകൾ ഏർപ്പെടുത്തുകയും ചെയ്തു. കൊണ്ടുപോകുന്ന ഉൽപ്പന്നങ്ങളുടെ, അതായത് ബോട്ടുകളിൽ കൊണ്ടുപോകുന്ന ഉൽപ്പന്നങ്ങളുടെ 10% വാസ് accepted as taxes. ടാക്സ് ആയിട്ട് അവർ പിരിച്ചെടുത്തിരുന്നു. ഈ ടാക്സ് ആയിരുന്നു മാരിയുടെ സമ്പന്നതയ്ക്ക് കാരണം. മാരി എത്രത്തോളം സമ്പന്നമായിരുന്നു എന്ന് വിശദമാക്കുന്ന ഒരു ലെക്ചർ മെസപ്പൊട്ടേമിയയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ആ ലെക്ചറിൽ ഇങ്ങനെ പറയുന്നു: മാരിയിലെ രാജാവായിരുന്ന സിമ്രിനും രാജാവിന്റെ കൊട്ടാരം സന്ദർശിച്ച സിറിയയിലെ ഒരു രാജകുമാരൻ കണ്ട കാഴ്ചകളെ കുറിച്ചാണ് ആ ലെക്ചറിൽ പറയുന്നത്. അവിടുത്തെ പ്രോസ്പെറിറ്റിയും അവിടുത്തെ സൗകര്യങ്ങളും ഒക്കെ കണ്ട് അത്ഭുതപ്പെട്ടു പോകുന്നു സിറിയയിലെ രാജകുമാരൻ. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രോസ്പെറിറ്റി മാരി എന്ന നഗരത്തിന് സാധ്യമായത്? ബിക്കോസ് ഇറ്റ്സ് ജോഗ്രഫിക്കൽ പൊസിഷൻ ഇൻ ദ ട്രേഡ് റൂട്ട്. അല്ലെ, വളരെ എന്തൊക്കെയാണ് ഈ വഴിയിലൂടെ, അതായത് ഈ ഒരു ട്രേഡ് റൂട്ടിലൂടെ കൊണ്ടുപോയിരുന്ന ഐറ്റംസ് എന്തൊക്കെയായിരുന്നു? പ്രധാനമായിട്ടും വുഡ്, ടിൻ, കോപ്പർ, ഗ്രെയിൻസ്, വൈൻ, ഇതൊക്കെ, ഓയിൽ, ഇതൊക്കെയായിരുന്നു കൊണ്ടുപോയിരുന്നത്. ഗ്രെയിൻ കൊണ്ടുപോയിരുന്നത് പ്രത്യേകമായിട്ടുള്ള ഗ്രെയിൻ ബോട്ടുകളിലായിരുന്നു. അതേപോലെ തന്നെ കോപ്പറിന് വളരെ പ്രശസ്തമായിരുന്നു സൈപ്രസിലെ ഒരു ദ്വീപായിരുന്ന അലാഷിയ. കോപ്പറിന്റെ കച്ചവടം വളരെ പ്രധാനമാണ്. ബിക്കോസ് ദ ബ്രോൺസ് വാസ് യൂസ്ഡ് ടു മേക്ക് ടൂൾസ്. എല്ലാ ഉപകരണങ്ങളും നിർമ്മിച്ചിരുന്നത് ബ്രോൺസ് ഉപയോഗിച്ചായിരുന്നു. ബ്രോൺസ് ഉണ്ടാക്കാൻ ആവശ്യമായ കോപ്പറും ടിന്നും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഓയിൽ, വൈൻ, ഇതൊക്കെ കൊണ്ടുപോയിരുന്നത് ഈ ഒരു ട്രേഡ് റൂട്ടിലൂടെ ആയിരുന്നത് കൊണ്ട് തന്നെ, ഇതിൽ നിന്നും 10% ടാക്സ് പിരിച്ചെടുത്തിരുന്നത് കൊണ്ട് തന്നെ മാരി became very prosperous. All of you understood about the capital, royal capital of Mesopotamia, Mary, and its present location. Then the two groups of people, their conflict and their
friendly relations. Then after that, the particular geographical position of Mary and the tax collection and the prosperity of Mary. Then the next topic we are going to discuss is Epic of Gilgamesh and the cities in Mesopotamia. Next we are going to discuss about the Epic of Gilgamesh. The Mesopotamian people gave great value to the city life. നഗര ജീവിതത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നവരായിരുന്നു മെസപ്പൊട്ടേമിയയിലെ ജനങ്ങൾ. ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എപ്പിക് ഓഫ് ഗിൽഗമേഷ് എന്ന കാവ്യത്തിൽ നിന്നാണ്. എപ്പിക് ഓഫ് ഗിൽഗമേഷ് വാസ് റിട്ടൺ ഇൻ 12 ടാബ്ലറ്റ്സ്. 12 ടാബ്ലറ്റുകളിലായിട്ടാണ് എപ്പിക് ഓഫ് ഗിൽഗമേഷ് എഴുതപ്പെട്ടിട്ടുള്ളത്. ഇത് പ്രധാനമായും 2 പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കാണുന്നത് ഗിൽഗമേഷ് എന്ന രാജാവ് വളരെ ഹി മെയ്ഡ് അട്രോസിറ്റീസ് ടു ദ പീപ്പിൾ. അങ്ങനെയുള്ള ഒരു രാജാവും ആ രാജാവിനെ എതിരാളിയായിട്ട് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട എൻകിഡുവിനെയും കുറിച്ചാണ്. ഇവർ 2 തമ്മിൽ ആദ്യഘട്ടത്തിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുകയും പിന്നീട് സുഹൃത്തുക്കളായിട്ട് മാറുകയും ചെയ്യുന്നു. അതിനുശേഷം എൻകിഡു മരണപ്പെടുന്നു. Because of this, the death of his friend Enkidu, the Gilgamesh became very sad. വളരെയധികം സങ്കടമുണ്ടാവുകയും അദ്ദേഹം അതിനുശേഷം തന്റെ സുഹൃത്തിന്റെ മരണത്തിലുണ്ടായിട്ടുള്ള സങ്കടം കാരണം അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് അനശ്വരതയുടെ രഹസ്യം അന്വേഷിച്ച് യാത്ര ആരംഭിക്കുന്നു. പല പ്രദേശങ്ങളിലും സഞ്ചരിക്കുന്നു. ഒരുപാട് സ്ഥലങ്ങൾ സഞ്ചരിച്ചതിനു ശേഷം അവസാനം അതിന് ഉത്തരമില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും തിരിച്ച് തന്റെ നഗരത്തിലേക്ക് ഉറൂക്ക് സിറ്റിയിൽ എത്തുകയും ചെയ്യുന്നു. ഉറൂക്ക് സിറ്റിയിൽ തന്റെ ജനങ്ങൾ പടുത്തുയർത്തിയ നഗരമതിലുകളിലൂടെ നടന്നുകൊണ്ട് അതിനെ he was proud about the city walls made by his own people. He looked the city walls with admiration. വളരെ ആരാധനയോടുകൂടി വളരെ അഭിമാനത്തോടുകൂടി അദ്ദേഹം സിറ്റി വാൾസിനെ നോക്കുകയും അതിൽ അദ്ദേഹം ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്നത് നമുക്ക് എപ്പിക് ഓഫ് ഗിൽഗമേഷിൽ കാണാം. ദിസ് പോയം, ദിസ് എപ്പിക് indicates the pride of the Mesopotamian people about their cities. അവരുടെ നഗരങ്ങളെ കുറിച്ച് അവർക്കുണ്ടായിരുന്ന അഭിമാനം കാണിക്കുന്ന ഒരു എപ്പിക് കൂടിയാണ് എപ്പിക് ഓഫ് ഗിൽഗമേഷ്. All of you understood the story? Then other cities, മറ്റുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളാണ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഉറൂക്ക്, പിന്നെ നിനവേ, ലഗാഷ്, നിപ്പൂർ, നിമ്രോദ്, ഇതൊക്കെ മെസപ്പൊട്ടേമിയയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട നഗരങ്ങളായിരുന്നു. ലോകത്തിൽ തന്നെ ആദ്യമായി നഗരങ്ങൾ ഡെവലപ്പ് ചെയ്തു വന്നത്, ആദ്യമായി ഒരു റൈറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തു വന്നത്, ആദ്യമായി വീൽഡ് കാർട്ടുകൾ, ചക്രം ഉണ്ടായത്, അതേപോലെ തന്നെ ആദ്യമായി അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തത് ഒക്കെ ഫെർട്ടൈൽ ക്രസന്റ് എന്നറിയപ്പെടുന്ന മെസപ്പൊട്ടേമിയയിലാണ്. അതുകൊണ്ട് തന്നെയാണ് മെസപ്പൊട്ടേമിയ ദ ക്രാഡിൽ ഓഫ് സിവിലൈസേഷൻ, സംസ്കാരങ്ങളുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത്. The next topic, the legacy of the great Mesopotamian civilization. Next topic, the contribution of Mesopotamia to the world culture. The legacy of Mesopotamia. The writing system was the main contribution of the Mesopotamia. Without the writing system, all the contributions of the Mesopotamia became futile because the contributions were passed to the next generation through the system of writing and the system of schools. മെസപ്പൊട്ടേമിയയിൽ ഉണ്ടായിരുന്ന സ്കൂളുകളും അവരുടെ റൈറ്റിംഗ് സിസ്റ്റവുമാണ് അവരുടെ കോൺട്രിബ്യൂഷനെ അടുത്ത തലമുറകളിലേക്ക് കൈമാറാൻ സഹായിച്ചത്. There are important contributions in the field of astronomy, mathematics and astrology. In the field of mathematics, they find out addition, subtraction, multiplication, division, square root and compound interest. The square root calculated by them is exact with the present square root number. അതായത് ഇത്തരത്തിലുള്ള എല്ലാ ഗണിത ക്രിയകളും മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും ഡിവിഷൻ ആണെങ്കിലും അതേപോലെ തന്നെ സ്ക്വയർ റൂട്ടും ഒക്കെ മെസപ്പൊട്ടേമിയൻസിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. ചന്ദ്രന്റെ മൂണിന്റെ മൂവ്മെന്റിനനുസരിച്ച് divided a year into 12 months and 1 month into 4 weeks and 1 day into 24 hours and
1 hour into 60 minutes and 1 minute into 60 seconds. ഇത്തരത്തിലുള്ള the concept of time was developed by the Mesopotamians first. ആദ്യമായി ടൈമിനെ കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റ് അവതരിപ്പിക്കുന്നതും മെസപ്പൊട്ടേമിയൻ ജനതയാണ്. അതേപോലെ തന്നെ അവർക്ക് കൃത്യമായി സൂര്യഗ്രഹണം, സോളാർ എക്ലിപ്സ് ആൻഡ് ലൂണാർ എക്ലിപ്സ്, അതിനെക്കുറിച്ചുള്ള കൃത്യമായ കാൽക്കുലേഷനുകൾ അവർക്കുണ്ടായിരുന്നു. ആസ്ട്രോളജിയിലും വളരെയധികം കോൺട്രിബ്യൂഷൻസ്, അതായത് കൺസ്റ്റലേഷൻസ്, അതിന് ജീവിതത്തിലുണ്ടാവുന്ന ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് തുടങ്ങിയ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ മെസപ്പൊട്ടേമിയൻസിന് അറിവുണ്ടായിരുന്നു. Remember, the Mesopotamian schools and the writing system made possible the contributions to pass through the next generation. അവിടെയുള്ള സ്കൂളുകളും അവരുടെ റൈറ്റിംഗ് സിസ്റ്റവുമാണ് അടുത്ത തലമുറയിലേക്ക് ഇത്തരത്തിലുള്ള സയൻസിലും മാത്തമാറ്റിക്സിലുമുള്ള നേട്ടങ്ങളെ അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ സഹായിച്ചിരുന്നത്. സ്വതന്ത്ര ബാബിലോണിയയിലെ അവസാനത്തെ രാജാവായിരുന്ന നെബോനിഡസ് ഒരു രാജാവ് എന്ന തന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിലേറെ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നത് മെസപ്പൊട്ടേമിയൻ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്തുന്നതിനായിരുന്നു. പല സ്ഥലങ്ങളിലും എക്സ്കവേഷൻ നടത്തുകയും BC 2370 ഏകദേശം അറൌണ്ട് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സാർഗൺ ഉൾപ്പെടെയുള്ള രാജാക്കന്മാരെ കുറിച്ചുള്ള പല വിവരങ്ങളും കണ്ടെത്തുകയും ചെയ്തു അദ്ദേഹം. അപ്പോൾ ആദ്യത്തെ ലൈബ്രറിയനായ അസർ ബെനിപാലിനെ കുറിച്ചും ആദ്യത്തെ ആർക്കിയോളജിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നെബോനിഡസിനെ കുറിച്ചും മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ, ക്രാഡിൽ ഓഫ് സിവിലൈസേഷൻ എന്ന് വിളിക്കപ്പെടുന്ന മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷന്റെ മഹത്തായ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചും നഗരങ്ങളെക്കുറിച്ചും മാരിയെക്കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ആസ് എ സ്റ്റുഡൻസ് ഓഫ് ഹിസ്റ്ററി യു ഹാവ് ടു read more books about the Mesopotamian civilization to get a clear outlook. So, thank you. Thanks for watching.